ഓർമ്മ വരുന്ന തന്നെയാണ്. പിണറായിയുടെ വീട്ടിലെ ഇ ഡി റെയ്ഡ്. സത്യാവസ്ഥ എന്തോ ആയിക്കോട്ടെ, ഇനി പിണറായിയുടെ വീട്ടിലെ ഇ ഡി റെയ്ഡ് ചെയ്തു വിചാരിച്ചിട്ട് ഞങ്ങൾക്ക് സഹാക്കന്മാർക്ക് യാതൊന്നുമില്ല. കാരണം പിണറായി അങ്ങനെ പൈസ കട്ടണമെന്ന് വെച്ചാൽ പിന്നെ പിണറായിനെ ജയിലിലടക്കണം എന്ന് വിശ്വസിക്കുന്നവരും അത് സത്യസന്ധമാണ് വെച്ചാൽ അതിൻ്റെ ഒപ്പം നിൽക്കണവരുമാണ് ഞങ്ങൾ. കള്ളത്തരം ചെയ്തവനെ പാർട്ടിയിൽ സംരക്ഷിക്കാനൊന്നും CPM-ൻ്റെ അണികൾ തയ്യാറല്ല. അതിന് ഏറ്റവും വലിയ ഉദാഹരണം പഴയ CPM-ൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും പഴയ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി ഒക്കെ ആയിരുന്ന ഒരാൾ, പേര് ഞാൻ പറയണില്ല, മണിച്ചൻ്റെ മദ്യക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് ആരോപണ വിധേയനായി ആളെ സസ്പെൻഡ് ചെയ്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് അതും കൊടി കുത്തിയ നേതാവായിരുന്നു. എന്നിട്ടിപ്പോൾ അയാളുടെ സ്ഥിതി എന്താ? അപ്പോൾ അത്രയേ ഉള്ളൂ. പാർട്ടി പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അതിപ്പോൾ ആരായാലും, ഇപ്പോൾ പിണറായി ആയാലും ഞാനായാലും പാർട്ടിയിലൊരു മെമ്പറല്ലാത്ത ആളായാലും പാർട്ടി ബ്രാഞ്ച് സെക്രട്ടറി ആയാലും LC സെക്രട്ടറി ആയാലും ഏരിയ സെക്രട്ടറി ആയാലും ഒക്കെ തെറ്റ് ചെയ്താൽ പുറത്തേക്കാക്കണം, പുഷ്പം പോലെ എടുത്ത് പുറത്തേക്ക് ഇടണമെന്നില്ല ആളുകളാണ് ഞങ്ങളൊക്കെ. പക്ഷേ ഇവിടെ പിണറായിയുടെ സ്വത്ത് ആകെ 1300 സ്ക്വയർ ഫീറ്റ് വീടും പിന്നെ എല്ലാ സ്വത്തുക്കളും അയാൾക്ക് താവടിയായിട്ട് കിട്ടിയ 75 സെൻറ്റ് സ്ഥലവും ഒക്കെ കൂടി കൂട്ടിയാലും 1 കോടി ചില്ലറ എത്തണുള്ളൂ. അതേ സ്ഥാനത്ത് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ സ്വർണം മാത്രം 1,10,00,000. പിന്നെ അയാളെ ഭൂസ്വത്ത് വേറെ. താരകേശ്വരം ആദ്യം ഒരു സ്കൂട്ടറിൽ, പിന്നെ കടം വാങ്ങിയ സ്കൂട്ടറിൽ മണി ചെയിൻ തട്ടിപ്പുമായിട്ട് നടന്നിരുന്ന ആളാണ് എന്ന് സഖാവ് പ്രമോദോ അല്ലെങ്കിൽ സഖാവ് പിണറായിയോ പിന്നെ MV ഗോവിന്ദൻ മാഷോ അല്ല പറഞ്ഞത്, കോൺഗ്രസിൻ്റെ വനിതാ നേതാവാണ് പറഞ്ഞത് അല്ലേ. പിന്നെ താരകേശ്വരൻ എന്ന് പറഞ്ഞ ആളുടെ ഫ്രണ്ടാണ് DCC സെക്രട്ടറിയാണ് പറഞ്ഞത്, ഞങ്ങളല്ല. പിന്നെ ഇപ്പോൾ ഒരു വിജയം EVM തട്ടിപ്പും BJP ആയിട്ടുള്ള സഖ്യമൊക്കെ കൂടിയായിട്ട് തട്ടിപ്പൊക്കെ നടത്തിയിട്ട് ഒരു വിജയം ഉണ്ടായിട്ടുണ്ട്. ആയിക്കോട്ടെ, അതിലൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല. ഞങ്ങൾക്ക് പറയാനുള്ളത്, പിണറായി അങ്ങനെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് ചെയ്തോട്ടെ, പക്ഷേ അത് രാഷ്ട്രീയ പ്രേരിതാവരുത്, അത്രയേ ഉള്ളൂ. ചിദംബരത്തിൻ്റെ വീട്ടിൽ റെയ്ഡ് ചെയ്തു, രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ റെയ്ഡ് ചെയ്തു, സോണിയനെ 50 മണിക്കൂർ ED ചോദ്യം ചെയ്ത് ബോധം കെട്ട് വീണു, ശിഹാബ് തങ്ങളെ ചോദ്യം ചെയ്തു. പിന്നെ കർണാടകയുടെ ഇനി മുഖ്യമന്ത്രി ആവാൻ പോണ കക്ഷി ഉണ്ടല്ലോ, DK, നിങ്ങളൊക്കെ അങ്ങനെ വാഴ്ത്തി വെളുപ്പിക്കണ ആള് DK ശിവകുമാർ, അയാളെ തീഹാർ ജയിലിൽ ഇതേ ED ഇട്ടതാ. ഇബ്രാഹിം കുഞ്ഞ്, പിന്നെ കുഞ്ഞാപ്പ, നമ്മളെ കുഞ്ഞാലിക്കുട്ടിയെ, ഇവരൊക്കെ ED ചോദ്യം ചെയ്തതാണ്. അപ്പോഴൊന്നുമില്ലാത്ത പുകിലിപ്പോൾ ഈ പിണറായിനെ മാത്രം ഇവരൊക്കെ ED ചോദ്യം ചെയ്യല്ല. ഇവരൊക്കെ ഈ കർത്തടയെന്ന്, രമേശ് ചെന്നിത്തല അടക്കം കർത്തടയെന്ന് പൈസ വാങ്ങിയെന്നുള്ളതാണ്, ശ്രീധരൻ കർത്തടയെന്ന് പൈസ വാങ്ങിയെന്നാണ്. വീണ വിജയൻ എന്ത് ചെയ്തേ? വീണ വിജയൻ ഇവരുടെ കണക്കും കാര്യങ്ങളും പിന്നെ ചെയ്തു കൊടുക്കണതിനുള്ള പ്രതിഫലമാണ് കൈപ്പറ്റിയത്. അതന്വേഷിച്ചിട്ട് പിടിക്കട്ടെ, അതല്ലേ വേണ്ട. അല്ലാതെ ഇതിനൊക്കെ എന്തുകൊണ്ട് ഇതേ സമയത്ത് ഈ പിണറായിയുടെ വീട്ടിൽ റെയ്ഡ് ചെയ്യുമ്പോൾ രമേശ് ചെന്നിത്തലേനെ എന്തുകൊണ്ട് ചോദ്യം ചെയ്തില്ല? എന്തുകൊണ്ട് അയാളെ വീട്ടിൽ റെയ്ഡ് ചെയ്തില്ല? കുഞ്ഞാലിക്കുട്ടിയുടെ വീട്ടിൽ എന്തുകൊണ്ട് റെയ്ഡ് ചെയ്തില്ല? അവിടെയാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ കാര്യത്തിൽ സംശയം. പിന്നെ ED പോട്ടെ, ED ഭയങ്കര CBI ഒക്കെ ലോകത്തെ ഏറ്റവും മികച്ച ഭരണത്തിൻ്റെ കീഴിലുള്ള പോലീസാണ് അല്ലേ. അവരുടെ പോലീസിങ്, അവരുടെ അതോറിറ്റി ആണെന്നാണല്ലോ വെപ്പ്. ഞാൻ ഒറ്റ കാര്യം പറയട്ടെ, ഏതെങ്കിലും BJP-ക്കാർ കള്ളന്മാരാണ് എന്ന് എല്ലാവർക്കും അറിയാം. ഏതെങ്കിലും ഒരു BJP നേതാവിനെ പിന്നെ 22-24 സ്റ്റേറ്റോളം ഭരിക്കണുണ്ടല്ലോ, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിലെ നേതാവിനെ ഈ ED ചോദ്യം ചെയ്തതായിട്ട് കാണുന്നുണ്ടോ? നിങ്ങൾ
ഇപ്പം ജെമിനി പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്, ഒന്ന് സെർച്ച് ചെയ്യൂ. ഇ ഡി ചോദ്യം ചെയ്ത BJP നേതാക്കൾ എത്ര എണ്ണം? ഒറ്റ ഒന്നിനെ കാണില്ല. അപ്പം അത്രയേ ഉള്ളൂ ഇ ഡി. ഞങ്ങൾക്ക് ഇതൊക്കെ ഈ പിന്നെ ഭരണം മാറ്റാനും ഇവരുടെ തട്ടിപ്പ് മൂടിയേക്കാനൊക്കെ ഉള്ള തന്ത്രമാണ് ഈ ഇ ഡിയും CBI എന്നൊക്കെ ഞങ്ങൾക്കറിയും. ഇപ്പം എന്തിന് കെജ്രിവാളിനെ പിടിച്ച് ഉള്ളിൽ കിട്ടില്ലേ, ആ ഡൽഹി പിടിച്ചടക്കിയില്ലേ, ബംഗാൾ പിടിച്ചടക്കിയില്ലേ, ഇതൊക്കെ അല്ലേ നിങ്ങളെ വിഷയങ്ങൾ. അപ്പോൾ ഇപ്പോൾ സതീശനും മോഡിയൊക്കെ കൂടി ഒരു ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ പിണറായിനെ പുറത്താക്കി. ഞങ്ങളതൊക്കെ തിരിച്ചു വരും, അത് വേറെ കാര്യം. പക്ഷേ ഈ ഉമ്മാക്കി കാട്ടിയിട്ട് പേടിപ്പിക്കണ്ട കേട്ടോ. ഇത് ഞങ്ങളിങ്ങനെ കനലാണ്, അത് അതിൻ്റെ മുകളിൽ കുറച്ച് വെണ്ണീർ കിടക്കുന്നുണ്ട്. അതൊരു കാറ്റ് വന്നാൽ വെണ്ണീർ പാറിപ്പോയിട്ട് ആ കനൽ പുറത്തേക്ക് വരും. അത് പിന്നെ ഒരു തീപ്പന്തായിട്ട് മാറും. തീപ്പന്തായിട്ട് മാറിയാൽ പിന്നെ സതീശന് മോഡിക്കൊന്നും ഇത് പിടിച്ചാൽ കിട്ടില്ല, മനസ്സിലായിക്കോളുണ്ട്. അപ്പോൾ ലാൽസല